നമസ്കാരം. അവർ TV 24/7 ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിരിക്കുന്നത് കീർത്തിക മഹേഷാണ്. നാട്ടിൽ നിന്ന് വന്ന എഴുത്തുകാരിയാണ്, കവിതയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? നമസ്കാരം. നമസ്കാരം. അപ്പോ എത്ര വർഷമായി എഴുത്തിലേക്ക് വന്നിട്ട്? സത്യത്തില് സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലൊക്കെ എഴുതാറുണ്ടായിരുന്നു. മത്സരങ്ങൾക്കൊക്കെ എഴുതാറുണ്ട്. ചെറുതായിട്ട് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു 13 വർഷമായിട്ട് ഒന്നും എഴുതാറില്ല. ഇപ്പോ റീസെന്റ് ഒരു സുഹൃത്തിന്റെ പുസ്തക പ്രകാശന ചടങ്ങില് പങ്കെടുക്കാൻ, അതിന്റെ ആങ്കറായിട്ട് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി. അപ്പോഴാണ് വീണ്ടും എഴുതി തുടങ്ങണം എന്നുള്ളൊരു മോഹം വീണ്ടും വന്നത്. അങ്ങനെയാണ് വീണ്ടും എഴുതാൻ തുടങ്ങിയത്. അപ്പം ഈ വീണ്ടും എഴുതാൻ തുടങ്ങി ആ ആദ്യത്തെ പുസ്തകമാണ്? അതെ, നമ്മള് സമസ്യ എന്ന് പറയുന്ന ഒരു എഴുത്തു കൂട്ടായ്മയില് എത്തിപ്പെട്ടു. അങ്ങനെയാണ് കൂടുതൽ എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ സമസ്യയുടെ ബാനറിലാണ് നമ്മുടെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വരാൻ പറ്റുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. അതിൽ തന്നെ കീർത്തിക മഹേഷിന്റെ ഒരു കവിത പ്രകാശനം ചെയ്യപ്പെട്ടു അല്ലേ? അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് ശരിക്കും ഒരു സ്വപ്നതുല്യമായ നിമിഷം തന്നെ പറയാം. ബേസിക്കലി എന്ത് ചെയ്യുന്നു? അധ്യാപികയാണ്. ഏത് സ്കൂളിലാണ്? ഞാൻ പാറമേക്കാവ് വിദ്യാമന്ദിർ, തൃശ്ശൂർ. അവിടുത്തെ അധ്യാപകരും ഹെഡ് മിസ്ട്രസും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചപ്പോ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്കും അഭിമാനമാണ് എന്ന് പറഞ്ഞ് പോയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് മിസ് വിട്ടു. ശരി. പിന്നെ ഈ കവിത ഞാൻ ഇടയ്ക്ക് ഒരെണ്ണം ഇങ്ങനെ മറിച്ചു നോക്കിയായിരുന്നു. വളരെ റിലവന്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത ഒരു ലൈനിലൂടെയാണ് പോകുന്നത്. അതായത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഓരോ ഏടുകളും എടുത്ത് കവിതയിലൂടെ കൊണ്ടുവന്നു അല്ലേ? അപ്പൊ ഈ എങ്ങനെയാണ് അങ്ങനെ ആ ഒരു വെർഷനിലോട്ട് അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ ഒരു ഇതിലോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ? സ്വാഭാവികമായിട്ടൊരു വീട്ടമ്മയും അധ്യാപികയും ഒക്കെ ആയതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ സ്ത്രീകൾക്ക് ഓരോ സന്ദർഭങ്ങളിലും വരുന്ന ഓരോ കാര്യങ്ങൾ, മനസ്സിൽ തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഞാനതിങ്ങനെ പതിയെ എഴുതാറുണ്ട്. അപ്പൊ അങ്ങനെ കൂടുതലും ഒരു പോയം കളക്ഷൻ എന്നുള്ള ഒരു രൂപത്തിലേക്ക് വന്നപ്പോ കൂടുതലും അത്തരത്തിൽപ്പെട്ട കവിതകളായി. നമ്മുടെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ കാണുന്നത്, നമ്മുടെ സുഹൃത്തുക്കളിൽ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങൾ കവിതകളായപ്പോൾ കൂടുതലും അത്തരത്തിലുള്ള കവിതകളായിട്ട് മാറുകയായിരുന്നു. അങ്ങനെയാണ് അവൾക്ക് പറയാനുള്ളത് എന്നുള്ള പേര് തന്നെ തിരഞ്ഞെടുക്കാനും കാരണം. ഇനി അടുത്ത വർഷവും തീർച്ചയായും ഷാർജ ബുക്ക് ഫെയറിൽ വരിക എന്നുള്ളത് വീണ്ടും അടുത്തൊരു സ്വപ്നമാക്കി മാറ്റിവെക്കും, വരുമെന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെയാണെങ്കിൽ കവിതയായിരിക്കും അതോ എന്തായിരിക്കും കൊണ്ടുവരിക? കഥയായിരിക്കും. ഇപ്പോഴേ മനസ്സിൽ അതിനുള്ള പ്ലാനൊക്കെ ആയി കഴിഞ്ഞു. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഓരോ കവിത എഴുതുമ്പോഴും അല്ലെങ്കിൽ കവിത മനസ്സിലേക്ക് ജനിക്കുമ്പോഴും എഴുതാനുള്ളൊരു വ്യഗ്രത ഉണ്ടാവും നമുക്ക്. അതെങ്ങനെയാണ് ഇപ്പം നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കവിതയുടെ ഇത് കടന്നു വരും. അത് അപ്പോഴപ്പോഴും എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാണോ? എങ്ങനെയാണ് അതിൻ്റെത്? ഇപ്പൊ കൂടുതലും ഫോണിലാണ്. ഞാൻ ബേസിക്കലി നല്ല ബിസി ആയിട്ടുള്ള ഒരു ആളാണ്. ടീച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂഷൻ, വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ 2 കുഞ്ഞുമക്കളുണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ കൂടി നല്ല ബിസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എഴുതാൻ വേണ്ടി ഇരിക്കാൻ സമയം കുറവേ കിട്ടാറുള്ളൂ. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും തോന്നുമ്പോൾ, ആശയങ്ങൾ തോന്നുമ്പോൾ ഫോണിൽ അപ്പൊ തന്നെ ടൈപ്പ് ചെയ്ത് വെക്കുക. അത്തരത്തിലൊക്കെയാണ് എന്റെ കവിതകൾ. പിന്നെ ഗ്രൂപ്പിൽ എന്തെങ്കിലും വിഷയങ്ങൾ വരുമല്ലോ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എഴുതും. ആ രീതിയിലൊക്കെയാണ് എഴുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏതായാലും അവർ TV 24/7 ഇത്രയും നേരം വന്ന് സംസാരിച്ചതിൽ വളരെ നന്ദി. കൂടുതൽ എഴുതാൻ കഴിയട്ടെ, ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. എല്ലാവിധ ആശംസകളും. തിളച്ചു പൊന്തുന്ന നോവുകളെ തിരിച്ചറിവിന്റെ തേയില ചേർത്ത് ആറ്റിയെടുക്കുന്നു. ആത്മസംഘർഷങ്ങളുടെ സമ്മർദ്ദത്തിൽ പൊന്തി വന്ന മാവിൽ നിന്ന് ഇഡലിയും ദോശയും പിറക്കുന്നു. ചെറുതെങ്കിലും കഠിനമായിരുന്ന അരിമണികൾ സ്നേഹച്ചൂടിൽ തിളച്ച് ലോലമായ വലിയ വറ്റുകളായി മാറുന്നു. മനസ്സിൽ മൂടിക്കെട്ടിയ കാർമേഘങ്ങളുടെ തീവണ്ടി കുക്കറിൻ വിസിൽ മുഴക്കി ഇടക്കാൽ ആശ്വാസം തേടുന്നു. ചില പൊട്ടിത്തെറികളും പുകച്ചുരുളുകളും ഭിത്തിയിൽ വർണ്ണചിത്രങ്ങൾ തീർക്കുന്നു. ചിന്തകളിൽ ചിലതിനെ അരച്ചും കുഴച്ചും ഉരുട്ടിയും പദം വരുത്തുന്നു. അനുഭവങ്ങളുടെ മധുരവും കയ്പും എരിവും ചവർപ്പും പുളിയും കലർത്തി വിഭവങ്ങൾ ഒരുങ്ങുന്നു. വിധി പ്രസ്താവനകളെ മൗനമേറ്റുവാങ്ങുന്നു. പാഠങ്ങൾ ഉൾക്കൊണ്ട് മലിനമായതൊക്കെയും കഴുകി വൃത്തിയാക്കുന്നു. നാളേക്കുള്ള ചിന്തകളെ വെള്ളത്തിൽ കുതിരാനിടുന്നു. സജീവമായൊരു പുലരിയെ എതിരേൽക്കാനായി ഇന്നിന്റെ അടുക്കളവാതിൽ പതിയെ അടയുന്നു.